ഹലോ ഗൈസ്, അപ്പം കുറേ ആയി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു 2 ഡേ മാംഗ്ലൂർ ട്രിപ്പാണ് കേട്ടോ. ട്രിപ്പല്ല, ആക്ച്വലി എൻ്റെ കോളേജ് കാണുക, അവിടെ ഉള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പം ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ടും ഓൾഡ് ഫാമിലിയാണ് നമ്മൾ മാംഗ്ലൂരിലേക്ക് പോകുന്നത്. വന്ദേ ഭാരതിൽ ആണ് നമ്മൾ പോയത് കേട്ടോ. 5 മണിക്കായിരുന്നു ട്രെയിൻ. 30 ജൂണിനാണ് നമ്മൾ ഇവിടുന്ന് പോയത്. നമ്മുടെ കൗൺസിലിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1 ജൂലൈ ആണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുന്നെയാണ് കേട്ടോ പോയത്. സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും നിതാനെ മീറ്റ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി. ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരതിൽ പോകുന്നത് കേട്ടോ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല ക്ലീനാണ് കേട്ടോ. ട്രെയിനിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനൊക്കെ നല്ല ക്ലീനാണ്. വാഷ്റൂം ആയിക്കോട്ടെ, പിന്നെ അവിടുത്തെ ഫുഡെല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ട്. പിന്നെ ഇതിൽ പോകുന്ന ആരും വിശന്ന് ചാവൂല കേട്ടോ, കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ നല്ല രസമായിരുന്നു ഇങ്ങനെ സൈഡിലിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകാനായിട്ട്. എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഉറക്കം എന്നുള്ള സാധനം എനിക്ക് വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഫുൾ ഇങ്ങനെ വെളിയൊക്കെ നോക്കി തന്നെയായിരുന്നു ഇരുന്നത്. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അവർ ഫുഡ് നമുക്ക് കൊണ്ടുവന്ന് തന്നത്. നമ്മൾ 3 പേരും നോൺ വെജും വാപ്പിയും ഉമ്മിയും വെജാണ് പറഞ്ഞത്. ഒരു 1 മണിയൊക്കെ ആയപ്പം നമ്മൾ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ ഉണ്ടായിരുന്ന തന്നെ ഒരു ടാക്സിയിൽ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയിട്ടോ. നമ്മൾ അവിടെ ചെന്നിട്ടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തത്. കോളേജിൻ്റെ അടുത്തേക്കുള്ളൊരു ഹോട്ടലിലാണ് നമ്മളെ ആ ഡ്രൈവർ കൊണ്ടാക്കിയത് കേട്ടോ. പിന്നെ അന്ന് നൈറ്റ് നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. ചെന്നിട്ട് ഫ്രഷൊക്കെ ആയി പിന്നെ നേരെ ചെന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ. ട്രെയിനിൽ നിന്ന് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് ചെന്ന് എങ്ങനെയെങ്കിലും ഉറങ്ങണം എന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഒരു 7 മണിയൊക്കെ ആയപ്പം നമ്മൾ എണീറ്റു കേട്ടോ. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരത്തെ തന്നെ റെഡിയൊക്കെ ആയി നമ്മളെല്ലാവരും അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് നേരെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഓട്ടോയ്ക്ക് നമ്മൾ കോളേജിലേക്കാണ് പോയത്. ഫുഡെല്ലാം നമ്മൾ അവിടെ പോയി കഴിക്കാൻ ഉള്ള പ്ലാനായിരുന്നു. കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. അതുകൊണ്ട് ഓട്ടോയ്ക്ക് നേരെ കോളേജിലെത്തി. നമ്മളെല്ലാവരും ദോശയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ദോശയുടെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മൾ നേരെ കോളേജിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. അപ്പം ഇനി ഇവിടെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെ അഡ്മിഷൻസ് എല്ലാം ഓക്കെ ആയത്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് ഒരു 12:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കോളേജ് ക്യാൻറ്റീനിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് പിന്നെ യൂണിഫോം വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി. അവിടെ നിന്ന് നമ്മൾ 2 പേരും ടാറ്റ ബൈ ബൈ പറഞ്ഞു, കാരണം നമ്മൾ 2 ട്രെയിനിലായിരുന്നു തിരിച്ച് വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ ട്രെയിനിൽ കയറി. കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് കുറച്ച് ഫുഡെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റ് ആയിരുന്നുകൊണ്ട് അവിടെ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ രാത്രി എനിക്ക് നല്ല വിശപ്പായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തിയപ്പം അവിടെ നിന്നൊരു ബിരിയാണി ഞാൻ വാങ്ങിച്ചു. ഫുഡെല്ലാം കഴിച്ച് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേഷൻ എത്തി. പിന്നെ നമ്മൾ കാറിൽ കയറി. അവിടെ നിന്ന് പിന്നെ നേരെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.